ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് റെയിൽവേ സിമുലേറ്റർ ഇന്ത്യ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസഞ്ചർ സ്പെഷ്യലുമുണ്ട്, സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യലുമുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യലാണ് എടുക്കുന്നത്. ഈ ഒരു ഗെയിമിലാണെങ്കിൽ ഈ രണ്ട് മോഡേ ഉള്ളൂ. ഈ ഒരു മോഡാണെങ്കിൽ നമുക്ക് ഈ എഞ്ചിന് കൊണ്ടും, ഈ രണ്ടാമത്തെ മോഡാണെങ്കിൽ ഈ ഒരു എഞ്ചിനും ഈ ഒരു കോച്ചുമായിട്ടാണ് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സൂപ്പർ ഫാസ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് സൂപ്പർ ഫാസ്റ്റിൽ പ്ലേ കൊടുത്തിട്ടുണ്ട്. ആഡ് പരസ്യം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് പരസ്യത്തിന് ഇങ്ങനെ നൈസായിട്ട് സ്കിപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഗെയിമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ലോക്കോമോട്ടീവ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിങ്ങൾ ഈ എഞ്ചിൻ ഓണോ ഓഫ് ഒന്ന് കാണാൻ പറ്റത്തില്ലേ? ഇപ്പം നെക്കിയ സ്വിച്ചിൽ ഒരു മഞ്ഞ കളറായിട്ട് വന്നില്ലേ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പാൻഡോഗ്രാഫ് ഇങ്ങനെ ഒന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പാൻഡോഗ്രാഫ് വന്ന് ഇവിടെ ന്യൂട്ടലിൽ കിടക്കുന്ന സാധനമില്ലേ, അത് പിടിച്ച് ബാക്കിലോട്ടാക്കുമ്പോൾ ഇവിടെ മാർക്കറിലേക്ക് വെക്കുന്നുണ്ട്. ഈ സാധനം 100 കിട്ടുന്നത് ബ്രേക്കാണ്. ഈ ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോച്ച് കൊണ്ട് ബാക്ക് കിടക്കാണ്, കപ്പിങ് ചെയ്യാനാണ് പോകുന്നത്. ത്രോട്ടിൽ ഇതാണ് ത്രോട്ടിൽ. ഇത് കൊടുക്കുമ്പോൾ ട്രെയിനാണ് മൂവാൻ തുടങ്ങുന്നത്. ട്രെയിൻ പതുക്കെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. മാർക്കർ ലൈറ്റ് കിട്ടി നമ്മളങ്ങനെ പതുക്കെ ബാക്കിലേക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ സ്പെഷ്യാലിറ്റി ഫസ്റ്റ് സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ഗ്രാഫിക്സ്, പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലൊന്നും പറയണ്ട. പിന്നെ സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലൊന്നും സിഗ്നലൊന്നും കാണിക്കത്തില്ല. ഇവിടെ ഫ്രണ്ടിൽ വേറെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിഗ്നൽ ഫോളോ ചെയ്തിട്ട് നമുക്ക് വേണം. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് മാത്രമേ ഇവിടെ വരുന്നത്. ഇവിടെ നിർത്താൻ വേറെ ഒട്ടേയും സ്റ്റോപ്പില്ല. ഇതാണ് ഇതിൻ്റെ ഹോൺ. ഫോണൊക്കെ സിഗ്നായിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ഒന്നും കൂടെ ത്രോട്ടിൽ എടുത്തപ്പോൾ വണ്ടി എൻജിൻ ബാക്കിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ സക്സസ്ഫുള്ളായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി കൈ റിവേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഫോർവേഡ് ഇടുമ്പോൾ അതിവിടെ ബാക്കിൽ റെഡ് ലൈറ്റ് കത്തുന്നതാണ്. ബാക്കിലോട്ട് ഇടുമ്പോൾ മറ്റേ വൈറ്റും, ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ റെഡും കത്തുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ അപ്പുറത്തൊക്കെ ട്രെയിനൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. ബ്രേക്ക് അങ്ങ് റിലീസ് ചെയ്യണം, ട്രെയിൻ അങ്ങ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇനി കത്തിച്ചിടാൻ പോവാണ്. ഫുൾ ത്രോട്ടിൽ എടുത്തിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റൊക്കെ നമ്മൾ സ്പീഡോമീറ്ററിന് താഴെ കാണിക്കുന്നത് 30 ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഫുൾ ആക്കിയിട്ടുണ്ട്. ഇന്നിവിടെ ഇവിടെ ക്യാമറ ഒന്നും ഇല്ല ചോദിച്ചാൽ ഉണ്ട്. അവിടെ ക്യാമറ ഇത് മാറ്റി കഴിഞ്ഞാൽ മുകളത്തെ സാധനം ലൈറ്റ്, ക്യാമിൻ്റെ ലൈറ്റ് ഇതായി ഈ അവിടത്തെ വെളിയിലത്തെ ലൈറ്റ് ഇതായി ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ ക്യാമറ വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു ക്യാമറ നമ്മളപ്പോൾ സ്പീഡ് കൂടിയപ്പോൾ ഓവർ സ്പീഡിങ് സ്ലോ ഡൗൺ എന്ന് പറഞ്ഞ വരുന്നില്ലേ, നമ്മൾ കത്തിച്ചിടുന്നില്ല. സ്പീഡ് കുറച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ട്രാക്ക് തെറ്റാൻ ചാൻസുണ്ട്. നമ്മളതായിട്ട് സ്പീഡൊക്കെ കുറച്ചുണ്ട്. സൂപ്പർ ഫാസ്റ്റ് വേണ്ട. അതിവിടെ ഇതായതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ്ട് ട്രെയിനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ സിഗ്നൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഒരു സിഗ്നൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ പതുക്കെ പോണ കാര്യം ഇവിടെ സ്പീഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് 30. 30-നപ്പുറം പോയാൽ അവന്മാർ ഫൈൻ അടിച്ചാണെങ്കിൽ തരും. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പോണത്. അപ്പുറത്തെ ഗ്രീനൊക്കെ കിടക്കുന്ന അവിടെ ആരുടെയും അപ്പുറത്ത് ട്രെയിനൊന്നും കാണുന്നില്ല. പക്ഷെ അപ്പുറത്ത് പച്ചയൊക്കെയാണ് കിടക്കുന്നത്. അത് നമ്മൾ റിയൽ ലൈഫ് സിഗ്നലാണെന്ന് പറയാൻ കണ്ടത്. ഒരു സിഗ്നലിലേക്ക് ഒറിജിനാലിറ്റി കണ്ടത് കണ്ടോ. സാധാരണ ഇവിടെ സൈഡിൽ വരിക എത്തുന്നില്ല സിഗ്നൽ. ഇതാ ഇവിടെ ഇങ്ങനെ വരത്തുള്ളൂ. നല്ലൊരു കാര്യം തന്നെയാണ് ഗൈസ്. അത് ട്രാക്കിൻ്റെ സൗണ്ട് സൂപ്പർ സൗണ്ടായിട്ടാണ് വരുന്നത് ഗൈസ്. അപ്പോൾ അതാണ്ട് നമ്മൾ മെയിൻ ട്രാക്കിൽ കയറി. അതിനെ ഇത് നിന്നൊരു ഇവരെ സ്പീഡ് ലിമിറ്റ് അനുസരിച്ചില്ലെങ്കിൽ അവർ ഫൈൻ അടിച്ച് വായിത്തിരിക്കും. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പുറത്ത് വേണ്ട വേറെ സിഗ്നലൊക്കെ കിടപ്പുണ്ട്. അപ്പുറത്തെ ട്രെയിനൊക്കെ ഉണ്ട്. അപ്പുറത്തെ ട്രെയിൻ എനിക്ക് വന്ന് ലെഫ്റ്റിലെ ട്രാക്കിൽ കൂടെ കിടക്കും. ഇവിടെ അപ്പുറത്തെ ലിമിറ്റ് 65. നമ്മൾ 65. അപ്പോൾ നമുക്കിന് 65 പിടിക്കാം. ത്രോട്ടിൽ ഞാൻ കൂട്ടുന്നുണ്ട്.
52 വരുന്നുണ്ട്. എനിക്ക് പവർ കൂടുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അടുത്ത സിഗ്നൽ ഗ്രീനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇവിടുത്തെ സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് ഇനി സ്റ്റോപ്പില്ല. നമ്മൾ നേരെ സ്റ്റോപ്പുള്ള ദാനാപൂരിലാണ്. ദാനാപൂർ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അടിച്ച് അവിടെ പോയത് സ്പീഡിന് കൂടുന്നതാണ്. കൂട്ടുന്നത് ഓൾറെഡി 65 കഴിഞ്ഞ ചാൻസ് ഉള്ളത്. 65 കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറയില്ല. അപ്പോൾ അടുത്ത സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഇതും ഗ്രീനാണ്. അടുത്ത സിഗ്നലിൻ്റെ അപ്കമ്മിങ് അടുത്ത സ്റ്റേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇത്രയെല്ലാം നോക്കിയാൽ അത് ഈ 42 കറക്റ്റ് 60 നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല ട്രെയിനൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഇറക്കിയ ഇന്ത്യൻ റെയിൽവേ ഇറക്കിയ കവച് സിസ്റ്റം ഇതിലും പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. കാരണം നമ്മൾ ട്രെയിനിൽ ഒന്നും ചെയ്തിരുന്ന ട്രെയിൻ നിൽക്കത്തില്ല, നമ്മളെ ഡിസ്പ്ലേ അങ്ങ് ഓഫായി പോകും. നമ്മളെ ഇപ്പോൾ ഇറക്കിയ കവച് സിസ്റ്റം ഒക്കെ ഇതിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഒന്നും ചെയ്തിരുന്ന അപ്പോഴേ ഡിസ്പ്ലേ അങ്ങ് ഓഫായി പോകും. അതിന് ഫോണൊക്കെ കണ്ടിരിക്കുക. ഫോണൊക്കെ അത് കണക്ക് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മൈക്രോഫോണിൻ്റെ ശബ്ദം മാത്രമാണ് കൂട്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ വോയിസ് മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ വേറൊരു ട്രെയിൻ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല മറ്റേ മഞ്ഞ സിഗ്നൽ നടന്ന ട്രാക്കൊക്കെ ഉള്ള ആ ട്രെയിനാണ് ഈ ട്രെയിൻ എന്ന് തോന്നുന്നത്. നമ്മൾ അടുത്ത സിഗ്നലായിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്പീഡിൽ ഗ്രീനാണ് ഗൈസ്. അടുത്ത സ്പീഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ 80 ഗൈസ്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ബ്രേക്കിൻ്റെ താഴെ അടുത്ത സ്പീഡ് ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 80. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കത്തിച്ചിടും. ഇപ്പം ഞാൻ 60 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ലിമിറ്റ് 65. ഒത്തിരി കൂടെ കൂട്ടുകയാണെങ്കിൽ 65 കഴിഞ്ഞ് പോകുന്ന ഗൈസ്. അത് അത്രയും പവറുള്ള എഞ്ചിനാണെന്ന് തോന്നുന്നു. അതൊരു ഗ്രാഫിക്സ് നോക്കി നിങ്ങൾ ഈ ഗെയിം കയറുമ്പോൾ നമ്മൾ അടുത്ത സ്പീഡിൽ ഗ്രീനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പൊന്നുമില്ല ഗൈസ്. അപ്പോൾ അടുത്ത സ്പീഡ് ലിമിറ്റ് ഈ സ്റ്റേഷനിൽ കയറുമ്പോൾ ആവും. അടുത്ത സ്പീഡ് ലിമിറ്റ് ആവാറായിട്ടുണ്ട്. ഈ സിഗ്നൽ അതിനപ്പോഴേ 80 ആയിട്ടുണ്ട്. നമ്മുടെ സ്പീഡ് ലിമിറ്റ് നമ്മളപ്പോഴേ 60 സ്പീഡൊക്കെ. സ്പീഡോമീറ്റർ ഭയങ്കര സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് എയർപോർട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്ലെയിനെ പറക്കേക്കില്ലേ. അതാണ് ഇപ്പോഴത്തെ സ്പെഷ്യലി നമ്മുടെ റോഡിലൊക്കെ ഇത്രയും പവറാണ്. എന്നാലും 56 കറക്റ്റ് 79 ഇപ്പോൾ ഗൈസ് ഇത് നിൽക്കുന്നത് ട്രെയിനിൻ്റെ സ്പീഡ്. അടുത്ത ഗ്രീൻ സിഗ്നൽ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. ഇപ്പുറത്താണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ ദാനാപൂർ എത്തുന്നവരെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഈ വീഡിയോൻ്റെ അടുത്ത പാർട്ട് ഓൺ ദ വേ ആണ്. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ എൻ്റെ വീഡിയോ. അടുത്ത ഗ്രീൻ സിഗ്നൽ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇവിടെ ഒന്നും ഇനി സ്റ്റോപ്പിൽ നേരെ ദാനാപൂരിൻ്റെ സ്റ്റോപ്പ്. അത് സ്റ്റോപ്പൊന്നും നിങ്ങൾ ചോദിക്കില്ല. ഗെയിം പറഞ്ഞു ഹോണൊക്കെ അടിച്ചെടുക്കുന്നു. അവിടെ അടുത്ത് ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ഏഴിൻ്റെ പോകുന്നു നമ്മളതിന് കൊള്ളാം ഗൈസ്. ഇവിടെ ഇപ്പോൾ ഈ ഗെയിം ഇപ്പോൾ ഇറങ്ങിയത് ഞാനോ എന്ന് എനിക്കറിയത്തില്ല. ന്യൂ ഗെയിം എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റേഷനും ഗ്രീൻ സിഗ്നലാണ്. അപ്പോൾ ഇത് ഇപ്പം ഇറങ്ങിയ ട്രെയിൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2 ട്രെയിൻ 2 റൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കമ്മിങ് അപ്ഡേറ്റ്സിൽ ഇവർ അപ്ഡേറ്റ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് നടക്കും. അവരുടെ പോർഷനൊക്കെ കഴിഞ്ഞാൽ കമ്മിങ് സൂൺ LHB കോച്ചസ് ഡീസൽ ലോക്കോമോട്ടീവ് എക്സ്ട്രാ റൗണ്ട് വരുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത ആഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റേഷൻ കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സിഗ്നൽ പിന്നെ ഗ്രീനാണ്. അപ്പോൾ അപ്പുറത്ത് ഒരു സിഗ്നലുണ്ട്. അപ്പുറത്തൊക്കെ ഇതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പീഡ് ലിമിറ്റ് 65 ഗ്രീൻ ആയിട്ടുണ്ട്. കറക്റ്റ് നമ്മളെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് സ്പീഡ് ലിമിറ്റ് 50. നമ്മളെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട് ഗൈസ്.
സ്പീഡ് കുറച്ചപ്പോൾ 50 പറയാം 51 നമ്മൾ 50 ഇവിടെ ഓരോ ബോൾ സിഗ്നലൊക്കെ ഓൺ ദ ടൈം കറക്റ്റ് ടൈം. അടുത്ത ഗ്രീനാണ്. അത് ഗ്രീൻ കഴിഞ്ഞ് അടുത്ത് വരുന്നത് ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ കറണ്ട് ടൈം. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ ട്രാക്കിൽ കൂടെ അടുത്ത AI ട്രെയിൻ വരുന്നുണ്ട്. ഫോൺ അടിച്ചിട്ടേക്കാം. അപ്പോൾ ഈ നമ്മളപ്പോൾ ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ അടുത്ത ട്രാക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഗ്രീനാണ് കിടക്കുന്നത്. കഴിഞ്ഞുടനെ അപ്പുറത്ത് അപ്പോൾ ഈ സ്റ്റേഷനിൽ കയറിയപ്പോൾ ഇത്തിരി ഇതുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് ലാഗ് ആവുന്നുണ്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഇതിന് ക്യാബിൻ വ്യൂവിൽ അപ്പോൾ അടുത്ത സ്പീഡ് 130 ഉണ്ടെന്ന് അതിൻ്റെ യെല്ലോ സിഗ്നലാണ്. അപ്പോൾ അതിനാണ് പോകുന്നത്. നമ്മൾ 20 ഒരു ടേബിൾ കാണാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേഷൻ ദാനാപൂർ അല്ലേ, വേറെ നമ്മൾ എടുത്ത സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഗൈസ് ക്ലാസ്സിൻ്റെ ട്രെയിനെങ്കിലും എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:27 സെക്കൻഡ് ആയുള്ളൂ. 11:27. ഇപ്പോൾ പാസഞ്ചർ ട്രെയിനെല്ലാം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആയേനെ ഗൈസ്. കാരണം അത് അത്രയും സ്റ്റോപ്പുണ്ട്. ഇവിടുത്തെ കണക്ക് ഫുള്ള് ഗ്രീനായി കിടക്കില്ല, അവിടെ ഫുള്ള് യെല്ലോയും റെഡൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ അടുത്ത വീഡിയോയിൽ പാസഞ്ചർ ട്രെയിൻ വരും. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. കേൾക്കണം. സ്റ്റേഷൻ എത്തിയില്ല, ഇപ്പോൾ ഫ്രണ്ടിൽ പോകണം. അതുകൊണ്ടാണ് അമ്മമാരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എനിക്ക് ഫോണില്ല, പകരം ഇവിടെ ഡീറ്റപ്പ് ചെയ്താണ് അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എഞ്ചിൻ കൂടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് നിർത്തും വീഡിയോ ഫ്രണ്ടിൽ. എന്നിട്ട് നമ്മൾ 55% കിട്ടുന്നുണ്ട്. ന്യൂട്രലാക്കി പാൻറ്റോഗ്രാഫ് കാണാൻ പറ്റില്ല. പാൻറ്റോഗ്രാഫിനെ സ്വിച്ച് ആക്കി എഞ്ചിൻ ഓഫാക്കി. ഇനി അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഇനി അടുത്ത ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് കഴിയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.